എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി.ബി. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. റെക്കോർഡ് ബ്രേക്കിംഗ് വീക്കായിരുന്നു കഴിഞ്ഞ വീക്ക് ഇന്ത്യൻ മാർക്കറ്റിനും അമേരിക്കൻ മാർക്കറ്റിനും ജാപ്പനീസ് മാർക്കറ്റിനെല്ലാം. അതുപോലെ തന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ടെസ്ല പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അമേരിക്കയിലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2000 ഇൻഡെക്സ് പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ജപ്പാനിൽ നോക്കുകയാണെങ്കിൽ നിക്കായ് 225ഉം ടോപ്പിക്സ് ഇൻഡെക്സും പുതിയ റെക്കോർഡ് ഹൈ കഴിഞ്ഞ ആഴ്ച ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ചയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവേ ഒരു സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവാണ്. അമേരിക്കയിൽ US ഫെഡ് സെപ്റ്റംബർ മുതൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത് അമേരിക്കയിലത്തെ സ്മോൾ ക്യാപ്പ് കമ്പനികൾക്കാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ സ്മോൾ ക്യാപ്പ് കമ്പനികളും കൂടി റാലിയാണ്. വെള്ളിയാഴ്ച 52 വീക്ക് ഹൈയിലാണ് റസൽ 2000 ഇൻഡെക്സും ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രോഡ് ബേസ്ഡ് റാലിയാണ് നമ്മളിപ്പോൾ അമേരിക്കയിൽ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ പല ബാങ്കിങ് സ്റ്റോക്കുകളും നെഗറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്തിരുന്നു. കാരണം ക്വാർട്ടർ 2 റിസൾട്ടുകൾ പല ബാങ്കുകളുടെയും മിക്സഡ് റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. പക്ഷേ ഇതൊന്നും മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. ഒപ്പം നമ്മൾ കമ്മോഡിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, മറ്റ് കമ്മോഡിറ്റികളൊക്കെ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് $2416 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പുതിയ റെക്കോർഡ് ഹൈ അടുത്ത ദിവസങ്ങളിൽ ഗോൾഡ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അത്തരത്തിലുള്ള ന്യൂസ് റോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സിൽവറും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇന്ന് മാർക്കറ്റിൽ ഒരു പക്ഷേ ചെറുതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്നലെ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എഗൻസ്റ്റ് ആയിട്ടൊരു അസാസിനേഷൻ ബിഡ് വന്നിരുന്നു. ചെറിയ പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അമേരിക്കയിലത്തെ ന്യൂസ് ഫ്ലോസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ കാണുന്നത് അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് ഈസി ആയിട്ട് വിൻ ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. ഇത് തീർച്ചയായിട്ടും ചൈനീസ് മാർക്കറ്റിന് സ്വല്പം നെഗറ്റീവാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനും ജാപ്പനീസ് മാർക്കറ്റിനും കൊറിയൻ മാർക്കറ്റിനും അതുപോലെ തന്നെ തൈവാൻ മാർക്കറ്റിനൊക്കെ ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊതുവെ ട്രംപ് ആൻറ്റി ചൈന പോളിസികൾക്കാണ് കഴിഞ്ഞ അവരുടെ ഭരണകാലത്തൊക്കെ ഊന്നൽ നൽകിയിട്ടുള്ളത്. വീണ്ടും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പോളിസികൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒപ്പീനിയൻ പോൾ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഗ്ലോബലി ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് തൈവനീസ് മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനും സൗത്ത് കൊറിയൻ മാർക്കറ്റിനും ജാപ്പനീസ് മാർക്കറ്റുകൾക്കൊക്കെയാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിലെ എമർജിങ് പോർട്ട്ഫോളിയോ റിസർച്ച് പ്രകാരം ഇന്ത്യ ഡെഡിക്കേറ്റഡ് ഫണ്ടുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നിട്ടുള്ളത്. റെക്കോർഡ് ഇൻഫ്ലോ ആണ്. $1.25 ബില്യൺ ആണ് വന്നിരിക്കുന്നത്. ഇതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്നു. 5.08% ആണ്. സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതുമൂലം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫർദറായിട്ടും വീണ്ടും വലിയ ഇൻഫ്ലോ വരുന്ന തന്നെയാണ്. SIP കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ മാസം 21,000 കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിലുള്ളതും റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ഇൻഫ്ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്.
ഇനി മേജർ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് ഈ ആഴ്ച വരാനുള്ളത് ചൈനയിൽ നിന്നാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം നടക്കുകയാണ്. 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ്. ഒരുപക്ഷെ പല എക്കണോമിക് അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നടക്കാനിരുന്ന ചൈനീസ് ഗവൺമെൻറ് GDP ബ്രീഫിംഗ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പല അനൗൺസ്മെൻറ്റുകളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റുകൾ ചൈനീസ് മാർക്കറ്റിലും മറ്റു മാർക്കറ്റുകളിലൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷെ നെഗറ്റീവ് റിയാക്ഷൻസ് ഒന്നും ആരും തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ഡിസിഷൻ ഒരുപക്ഷെ നാളെ സെബി അപ്പോയിൻ്റ് ചെയ്തിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് മാറ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ റെക്കമെൻഡേഷൻ നാളെ വന്നേക്കാം. ഇപ്പോൾ ഒരു F&O കോൺട്രാക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അതൊരു പക്ഷേ 25 ലക്ഷമോ 30 ലക്ഷം ആക്കി ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം വീക്കിലി കോൺട്രാക്റ്റുകൾ ഒരു എക്സ്ചേഞ്ചിൽ ഒരു വീക്കിലി കോൺട്രാക്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത്തരത്തിലുള്ള ഡിസിഷനും വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നാളെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെ പുറത്തു വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഓൺഗോയിങ് Q1 റിസൾട്ടുകളും അതുപോലെ തന്നെ 23-ാം തീയതി വരുന്ന നമ്മുടെ യൂണിയൻ ബഡ്ജറ്റൊക്കെയാണ് മേജർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള ടെക്നോളജി കമ്പനികളുടെ റിസൾട്ടുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. HCL ടെക്കിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ട്രേഡിങ്ങിന് ശേഷം HCL ടെക്കും നാളെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം ഈ ആഴ്ചയിൽ ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇൻഫോസിസ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, കുറേ മേജർ കോർപ്പറേറ്റ് റിസൾട്ടുകൾ അനൗൺസ്മെൻറ്റ് ഈ ആഴ്ച വരുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ബഡ്ജറ്റിൽ ഇപ്പോഴും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിഫൻസ്, റെയിൽവേസ്, എയറോസ്പേസ്, പവർ റിലേറ്റഡ് റിഫോംസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളും സംബന്ധിച്ച അനൗൺസ്മെൻറ്റുകളൊക്കെ ആണ്. ഒപ്പം ഷിപ്പ് ബിൽഡിംഗ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകളൊക്കെ വരുന്നു പറയുന്നുണ്ട്. ഇതിനനുസരിച്ചുള്ള പല മൂവ്മെൻറ്റുകളും പലപ്പോഴും പല സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. കാരണം ഈ എക്സ്പെക്റ്റേഷനിൽ ഓൾറെഡി മാർക്കറ്റിൽ പല പ്രൈസ് ഇൻക്രീസൊക്കെ വന്നിട്ടുണ്ട് പല സ്റ്റോക്കുകളിലും. ഫർദർ അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും സെൽ ഓൺ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസത്തിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകളിൽ മാത്രം ഒരു പോസിറ്റീവ് വ്യൂ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം നമുക്ക് ബഡ്ജറ്റിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി പോർട്ട് 4ാമത്തെ ഇൻ്റർനാഷണൽ പോർട്ടും കൂടി തുടങ്ങുകയാണ്. വിയറ്റ്നാമിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. അത് ഇനാഗ്രേറ്റ് ചെയ്തിരുന്നു. ഫുള്ളി ഓപ്പറേഷണലൈസ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ഇനിയും സമയമെടുത്തേക്കാം. പക്ഷേ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. വലിയ ഷിപ്പുകളിൽ അടുത്ത് ആ ഷിപ്പുകളിൽ നിന്ന് സ്മോൾ ഷിപ്പുകളിലേക്ക് കണ്ടെയ്നറുകൾ, ചരക്കുകൾ മാറ്റുന്ന ഒരു രീതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇപ്പം നമ്മൾ ആശ്രയിക്കുന്ന ശ്രീലങ്ക, അതുപോലെ തന്നെ സിംഗപ്പൂർ പോർട്ടുകളൊക്കെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകും. ഒപ്പം അഡാനി പോർട്ടിനും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകും. കേരള സ്റ്റേറ്റിനും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് കൂടി തന്നെയാണ്. ഇനി നമ്മൾ പല സ്റ്റോക്കുകൾ അസസ് ചെയ്യുമ്പോൾ, പല കമ്പനികൾ അസസ് ചെയ്യുമ്പോൾ ബാങ്ക്രപ്റ്റിൽ നിന്ന് തിരിച്ചു വന്നൊരു കമ്പനിയാണ് PC ജുവലേഴ്സ്. ഈ PC ജുവലേഴ്സ് 48.13 കോടി കൺവെർട്ടബിൾ വാറൻറ്റ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 850 കോടി രൂപ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രൊമോട്ടർ തന്നെയാണ്. 2705 കോടി രൂപയാണ് ടോട്ടൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ 75% ഡെറ്റ് റീപേയ്മെൻറ്റിനാണ് ഇത് എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ ഒരു പക്ഷേ ഈ കമ്പനി പെർഫോം ചെയ്തേക്കാം. വേസ്റ്റ് സീംസ് ഓവറാണ്. 56-57 റേഞ്ചൊക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 10 രൂപയാണ് ഫേസ് വാല്യൂ. ഒപ്പം നമ്മൾ ഡിഫൻസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഡിഫൻസ് എക്സ്പോർട്ട് വളർന്നിരിക്കുന്നത് 30 ടൈംസ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് L&T, ഭാരത് ഫോർജ് കമ്പനികൾക്കൊക്കെ ആണെന്നാണ്
എക്സ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ഉണ്ട്, HAL ഉണ്ട്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, അങ്ങനെ പല കമ്പനികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒരു സ്റ്റാഗ്നൻറ്റ് സ്റ്റാറ്റസിലേക്കൊക്കെ മാറിയേക്കാം. അതോടൊപ്പം തന്നെ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളുണ്ട്, ധാരാളം റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കൺസോൾട്ടേഷൻ മോഡാണ്. ജൂപ്പിറ്റർ വാഗൻസ്, ടിറ്റഗറ റെയിൽവേ, RK ഫോർജിങ്സ്, ടെക്സ്മാക്കോ റെയിലൊക്കെ. അതുപോലെ തന്നെ ഓറിയൻ്റൽ റെയിൽ പുതിയ ഒരു എൻട്രൻ്റാണ് വാഗൻ മാനുഫാക്ചറിങ്ങിൽ. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. കാരണം റെയിൽവേസിൽ വലിയ രീതിയിലുള്ള അലോക്കേഷൻ തന്നെയാണ് ഗവൺമെൻറ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസുകൾ. ഇനി നമ്മൾ ഷിപ്പ് ബിൽഡിംഗ് രംഗത്ത് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്തുകയാണെങ്കിൽ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് സ്വാൻ എനർജി. കാരണം സ്വാൻ എനർജിയാണ് ഈ റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി ഒരു വർഷം മുമ്പ് അക്വയർ ചെയ്തിരുന്നത്. അനിൽ അംബാനിയുടെ അണ്ടറിലുള്ളൊരു കമ്പനി ആയിരുന്നു. ആ കമ്പനിയാണ് ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി ഹോൾഡ് ചെയ്യുന്നത്. ആദ്യം അവർക്ക് വാർഷിപ്പ് ഉണ്ടാക്കാനുള്ള ലൈസൻസാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അപ്പോഴേക്കും കമ്പനി ബാങ്ക്രപ്റ്റായി സ്വാൻ ടേക്ക് ഓവർ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. ഈ സ്വാൻ എനർജി ധാരാളം ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസിലും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്ലമറേറ്റ് ആയിട്ട് ഭാവിയിൽ വളരാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് സ്വാൻ എനർജി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ധാരാളം സ്റ്റോക്കുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ബ്ലാക്ക് റോക്ക് സ്റ്റേക്ക് അക്വയർ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് വാച്ച് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. നമ്മൾ നമ്മുടെ ക്ലയൻസുകൾക്ക് 1.5 വർഷം മുമ്പ് തന്നെ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കാണ്. ഇതിപ്പോൾ അതിൻ്റെ 150 അപ്രീസിയേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ലോങ് ടൈമിൽ ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് റിയാക്ഷൻ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും. ഒപ്പം വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുക മാർക്കറ്റിലത്തെ വൊളാറ്റിലിറ്റി. കോയലേഷൻ പൊളിറ്റിക്സിൽ കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. 13 അസംബ്ലി ഇലക്ഷനിൽ 10 ഇന്ത്യ മുന്നണിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കോയലേഷൻ മുന്നണിയിൽ ചെറുതായിട്ടുള്ള പ്രഷറൊക്കെ വന്നേക്കാം. ഇതൊക്കെ പക്ഷേ മാർക്കറ്റ് സ്ലോലി ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോഴുണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷേ അടുത്ത 4 മാസത്തിനുള്ളിൽ ജമ്മു കാശ്മീർ അടക്കം 4 സ്റ്റേറ്റുകളിലേക്ക് ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷനിലൊക്കെ ഇതേപോലെ ഇന്ത്യ മുന്നണി മുന്നേറുകയാണെങ്കിൽ കോലേഷൻ പ്രഷറൊക്കെ കാണാം. അതിനനുസരിച്ച് റിയാക്ഷനൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മുടെ മേജർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ക്വാർട്ടർ 1 റിസൾട്ടുകളും അതുപോലെ തന്നെ ജൂലൈ 23 യൂണിയൻ ബഡ്ജറ്റാണ്. ഇനി 5 ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ യൂണിയൻ ബഡ്ജറ്റിന് മുന്നായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ വളരെ കോഷ്യസ് ആയിട്ട് നിൽക്കുക. നല്ലൊരു ബഡ്ജറ്റാണ് വരുന്നതെങ്കിൽ, അതായത് കോമൺ മാന് ബെനിഫിഷ്യലായിട്ട് ബഡ്ജറ്റ്, അതുപോലെ തന്നെ ധാരാളം റിഫോം മെഷേഴ്സ്, ഗ്രോത്ത് ഓറിയൻറ്റഡ് ബഡ്ജറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.